ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ കഴിഞ്ഞ വീക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ വരുന്ന വീക്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അതിനു മുൻപ് നമുക്ക് ജസ്റ്റ് കറണ്ട് അഫയേഴ്സിന്റെ മാത്രം ഒരു ക്വിക്ക് റിവിഷൻ എന്നോണം കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഫാക്ട്സ് നമുക്ക് ജനുവരി 2024 ഫെബ്രുവരി 2024 ഒന്ന് നോക്കാം. ഇനിയും ഉണ്ട് കുറേയധികം, പക്ഷെ എനിക്ക് എക്സാമിന്റെ കുറച്ച് തിരക്കുകൾ കാരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല, ടൈപ്പ് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ഇതിൽ കുറച്ചും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് നല്ലതല്ലേ എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ആദ്യത്തെ ഫാക്ട്, 2024 ജനുവരിയിൽ ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ബഹിരാകാശ ഏജൻസി ഏതാണ്? 2024 ജനുവരിയിൽ ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ബഹിരാകാശ ഏജൻസി ISRO ആണ് കേട്ടോ. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയായത് കാസർഗോഡാണ്. വിവാഹിതരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന മഹതാരി വന്ദന യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് കേട്ടോ. വിവാഹിതരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന മഹതാരി വന്ദന യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. ഇങ്ങനെയുള്ള കുറേയധികം സംഭവങ്ങളൊക്കെ തുടങ്ങിയ സ്റ്റേറ്റുകൾ വെച്ചിട്ട് കുറേയധികം കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തേക്കൂ കേട്ടോ. ഇന്ത്യയിലെ ആദ്യ സ്റ്റീൽ സ്ലാഗ് റോഡ് നിലവിൽ വന്നത് സൂററ്റിലാണ്. ഇന്ത്യയിലെ ആദ്യ സ്റ്റീൽ സ്ലാഗ് റോഡ് നിലവിൽ വന്നത് സൂററ്റിലാണ്. എന്നാൽ NH ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NH 66 ആണ്, മുംബൈ ഗോവ ദേശീയപാത. ഓക്കെ. ദെൻ, ആവശ്യക്കാർക്ക് അഭിഭാഷകരുടെ നിയമോപദേശം ലഭ്യമാകാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ 14454. ന്യായ് സേതു എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിന്റെ പേര്. ആവശ്യക്കാർക്ക് അഭിഭാഷകരുടെ നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ 14454. അടുത്തത്, ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ബ്രൗസ് സേഫ് ആപ്പ് വികസിപ്പിച്ച സംസ്ഥാനം കർണാടക. ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ബ്രൗസ് സേഫ് ആപ്പ് വികസിപ്പിച്ച സംസ്ഥാനം കർണാടക. ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച AI ആപ്ലിക്കേഷൻ. ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച AI ആപ്ലിക്കേഷൻ അനുവാദിനി. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം കൊൽക്കത്ത. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച ഇന്ത്യയിലെ നഗരം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച ഇന്ത്യയിലെ നഗരം ഡൽഹി. രാജ്യത്ത് ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. അപ്പോൾ ഇത്രയും എനിക്ക് ടൈപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഇനിയും ഉണ്ട് ധാരാളം കറണ്ട് അഫയേഴ്സ്. കുറച്ചും കൂടെ എണ്ണം ഞാൻ നെക്സ്റ്റ് ഒരു ഇതിൽ കൂട്ടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ പറഞ്ഞ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഒന്നും കൂടെ നോക്കാം. 2024 ജനുവരിയിൽ ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ബഹിരാകാശ ഏജൻസി ISRO. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയായത് കാസർഗോഡ്. വിവാഹിതരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന മഹതാരി വന്ദന യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ആദ്യ സ്റ്റീൽ സ്ലാഗ് റോഡ് നിലവിൽ വന്നത് സൂററ്റ്. ആവശ്യക്കാർക്ക് അഭിഭാഷകരുടെ നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ 14454. ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ബ്രൗസ് സേഫ് ആപ്പ് വികസിപ്പിച്ച സംസ്ഥാനം കർണാടക. ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച AI ആപ്ലിക്കേഷൻ അനുവാദിനി. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം കൊൽക്കത്ത. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച ഇന്ത്യയിലെ നഗരം ഡൽഹി. രാജ്യത്ത് ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. അപ്പോൾ ഇനി നമുക്ക് സ്റ്റഡി പ്ലാൻ നെക്സ്റ്റ് വീക്കിലോട്ടുള്ളത് നോക്കാം. ഡേ 8 to ഡേ 14 വരെയുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഡേ 8 ഇന്ത്യൻ ഹിസ്റ്ററിന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരം, നമ്മൾ കുറച്ച് കലാപങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ആദ്യം നോക്കാൻ പറഞ്ഞത്. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യൻ ജോഗ്രഫിന്ന് ഉത്തര പർവ്വത മേഖല. ഇമ്പോർട്ടൻ്റ് ആക്ട്സിൽ നിന്ന് ഗാർഹിക പീഡന നിയമം. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ നിന്ന് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്. ദെൻ മലയാളം ഒരു 5 പര്യായ പദം നോക്കുക. കറണ്ട് അഫയേഴ്സ് മാർച്ച് 2024. ഓക്കെ. ദെൻ ഡേ 9 കേരള ഹിസ്റ്ററിന്ന് യൂറോപ്യന്മാരുടെ വരവില് ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച് കംപ്ലീറ്റ് നോക്കുക. കേരള ജോഗ്രഫിന്ന് കാലാവസ്ഥ, മണ്ണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സമിതി, നമ്മൾ ഒരു മൊണ്ടേഗു ഷെംസ്ഫോർഡ് റിഫോംസ് വരെ കണ്ടാണ് പറഞ്ഞത്, അത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. ഇൻഡിപെൻഡൻസ് ആക്ട് വരെ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ഫിസിക്സിൽ നിന്ന് ശബ്ദം, ഇംഗ്ലീഷിന്റെ ഒരു 5 idioms, മാത്സ് ലസാഗു, മുസാഗെ. കറണ്ട് അഫയേഴ്സ് മാർച്ച് 2024. ദെൻ ഡേ 10 എക്കണോമിക്സിൽ നിന്ന് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്,
ഓരോ പ്ലാൻസ് കൊണ്ടുവന്നത്, ബോംബെ പ്ലാൻ, അങ്ങനത്തെ ഗാന്ധിയൻ പ്ലാൻ ഒക്കെ. ദെൻ പഞ്ചവത്സര പദ്ധതികളിൽ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ, സെക്കൻഡ് 5 ഇയർ പ്ലാൻ നോക്കുന്നത് നല്ലതായിരിക്കും. IT സോഫ്റ്റ്വെയറിൽ നിന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ ആദ്യം ഒന്ന് നോക്കുക, അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ. ദെൻ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിൽ നിന്ന് പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടത് ബാക്കിയുള്ളത് കുറച്ച് നോക്കുക, കട്ട് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. കെമിസ്ട്രിയിൽ നിന്ന് അക്വാറീജിയ, മലയാളത്തിൽ നിന്ന് ദ്വിത്വസന്ധിയും ആദേശസന്ധിയും. ദെൻ കറണ്ട് അഫയേഴ്സ് ഏപ്രിൽ 2024. ദെൻ ഡേ 11 വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് ഫ്രഞ്ച് വിപ്ലവം, വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് ശിലകൾ, കേരള ഗവേണൻസിൽ നിന്ന് തണ്ണീർത്തട സംരക്ഷണം, അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിൽ നിന്ന് പ്രധാനപ്പെട്ട അവാർഡുകൾ. ദെൻ ഇംഗ്ലീഷിൽ നിന്ന് റിപ്പോർട്ടഡ് സ്പീച്ച്. ദെൻ റിവിഷൻ ഡേ 8-ൻ്റെയും ഡേ 9-ൻ്റെയും. ഓക്കെ. ദെൻ ഡേ 12 ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരം. നമുക്ക് ഒറ്റയടിക്ക് ആ ഒരു ഡേയിൽ കംപ്ലീറ്റ് ആവില്ല. ഡേ 8 അതുകൊണ്ടാണ് കേട്ടോ. ദെൻ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ഉത്തരപർവ്വത മേഖല, അതും അതെ കംപ്ലീറ്റ് ആവില്ല, കാരണം 9th സ്റ്റാൻഡേർഡ് SCERT ടെക്സ്റ്റിലൊക്കെ കുറേയധികം എക്സ്ട്രാ ഫാക്ട്സ് പുതിയതായിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറേയധികം ഡിവിഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. 9th ടെക്സ്റ്റും 10th ടെക്സ്റ്റും ഒക്കെ നല്ലവണ്ണം നോക്കുക കേട്ടോ. ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭ, നമ്മൾ അസംബ്ലി, ആ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആ ഒരു കാര്യം, അത് തിരഞ്ഞെടുക്കപ്പെട്ടവർ എത്ര പേര്, അങ്ങനത്തെ മെയിൻ ഇതിലേക്ക് കിടക്കുകയാണ്. ദെൻ IT സോഫ്റ്റ്വെയറിൽ നിന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ദെൻ മാത്സിൽ നിന്ന് വർഗവും വർഗമൂലവും. ദെൻ കറണ്ട് അഫയേഴ്സ് ഏപ്രിൽ 2024. ഓക്കെ. ദെൻ ഡേ 13-14 വീക്കെൻഡിലാണ്, അപ്പോൾ നമുക്ക് റിവിഷനാണ്. ഡേ 10-ൻ്റെയും ഡേ 11-ൻ്റെയും റിവിഷൻ പ്ലസ് PYQ. ദെൻ ഡേ 14 റിവിഷൻ ഓഫ് ഡേ 12. പിന്നെ പെൻഡിങ് ഏതെങ്കിലും ഡേയ്സിൻ്റെ പെൻഡിങ് ആയിട്ടുള്ള റിവിഷൻ കംപ്ലീറ്റ് ആവാത്തുണ്ടെങ്കിൽ അതും PYQ. ഇത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ ഇതിന് നിങ്ങൾക്കിത് ഓക്കെയാണ്, ഇത്രയും പോർഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതനുസരിച്ച് പോർഷൻസ് കട്ട് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ. വളരെയധികം ഹെക്ടിക് ആകാതെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ ഇനി എക്സാം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ നമുക്ക് ഇനി ഒരു വീഡിയോ ഇടാൻ സാധിക്കുക. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. ഡിഗ്രി ലെവൽ ഇതിൻ്റെ പ്രിലിംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇതനുസരിച്ച് ചെയ്യുക. പിന്നെ കറണ്ട് അഫയേഴ്സ് ഇതുപോലെ ആദ്യത്തെ ഇത്, അതായത് നമ്മൾ മുൻപ് കണ്ടില്ലേ കറണ്ട് അഫയേഴ്സ് ഒന്ന് ജസ്റ്റ് വീക്കിൻ്റെ ഒന്ന് ജസ്റ്റ് പറഞ്ഞത്, അത് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ലേ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചതിന് ആരും കമൻറ്റ് ചെയ്തില്ല. ഓക്കെ, നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഞാൻ തീർച്ചയായിട്ടും കാണുന്നതിനൊക്കെ മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കാം കേട്ടോ. ഇൻ കേസ് എന്തെങ്കിലും ഡിലേ ആയാൽ ക്ഷമിക്കുക, ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.